ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ റെനോൾട്ടിൻ്റെ ക്വിഡാണ്. ക്വിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കുറച്ച് നാളായി ക്വിഡ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കണം. അപ്പോൾ ഇത് 2016 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 73,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണം. നല്ല കലക്കം വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, RXT എന്നുള്ള ഓപ്ഷൻ വന്നേക്കണം. RXT ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിലെ ഗ്രിഡിലൊക്കെ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് ഇപ്പം നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കുക. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു വരാം. അതിനുശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെനോൾട്ടിൻ്റെ ക്വിഡാണ്. അപ്പോൾ ക്വിഡ് നിങ്ങൾക്ക് ഇവിടെ നേരിടുന്ന കാണാമോ? ഞാൻ കുറച്ച് ദിവസമായി ക്വിഡ് പരിചയപ്പെടുത്തിയിട്ട് ക്വിഡ് നല്ലൊരു വാഹനം കിട്ടുന്നുണ്ടായില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് നല്ലൊരു ഉഗ്രൻ ക്വിഡ് വന്ന് പെട്ടിരിക്കുകയാണ്. 2016 മോഡലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വിഡ്. മാത്രമല്ല ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. ഓട്ടോമാറ്റിക് ക്വിഡ് ഇപ്പോൾ കുറച്ച് ഡിമാൻഡിലാണ്. ഓട്ടോമാറ്റിക് ക്വിഡും അതുപോലെ ഓട്ടോമാറ്റിക് സെലേറിയും ഒക്കെ ഇപ്പോൾ കട്ടക്ക് നിൽക്കുന്ന ടൈമാണത്. ഇപ്പോൾ എല്ലാവരും പണ്ടൊക്കെ റെനോൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ റെനോൾട്ടിൻ്റെ വണ്ടിയാണ് വേണ്ട എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ റെനോൾട്ട് വാഹനങ്ങൾ പ്രത്യേകിച്ച് ക്വിഡൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓട്ടോമാറ്റിക് ആണെങ്കിലും പറയാൻ വേണ്ട നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റാവുന്ന ഒരു വാഹനം കൂടിയാണ് റെനോൾട്ടിൻ്റെ ക്വിഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 1 ലിറ്റർ എഞ്ചിനാവുന്നതാണ്. ഫുള്ള് വീഡിയോ കാണിച്ചേക്കാം. എൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഡെൻറ്റോ പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് ഒന്ന് വായിക്കാം. ഫസ്റ്റ് അതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നമുക്ക് വീലാർച്ചിലേക്ക് ഒന്ന് പോകാം. വീലാർച്ച് എന്താണ് അവസ്ഥ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ച്. അതേപോലെ ടയർ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അലോയ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അലോയ്സ് ഒറിജിനൽ റെനോൾട്ടിന് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് നോക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നീറ്റായിട്ട് ബോണറ്റാണത്. ലാമ്പ് നോക്കാം. ലാമ്പും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ല് നോക്കാം. ഗ്രില്ലായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. അതുപോലെ ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് ബമ്പേഴ്സും കൂടെ കാണാം. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വീലാർച്ച് നോക്കാം. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെയും ക്വാളിറ്റി നമുക്ക് നിൽക്കുന്ന വീലാർച്ച് കാണാം. അതേപോലെ തന്നെ ഇവിടെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഇട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഗ്ലാസ് പോയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അവിടെ നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ്റെ ഒരു സ്റ്റിക്കറുകളൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ ഇവിടുത്തെ ടയർ കണ്ടീഷൻ നോക്കിയേക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഡിഫോഗറോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ക്വിഡിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴെ റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നും സൈഡിലും കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നീറ്റാണ്. RXT എന്ന ഓപ്ഷനാണ്, അത് നമുക്കിവിടെ കാണാം. 2 ഡോർ നോക്കാം. 2 ഡോറുടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന 2 ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഡോർ പാഡ്സാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ്. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. വിശാലമായിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഗിയറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാണാം. ഫ്ലോർ നോക്കാം. ഫ്ലോർ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്ലോറാണ്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിവേഴ്സ് സീറ്റ് നോക്കാം. ഈ സീറ്റും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു. നമുക്കിവിടെ ആ ഒരു GPS-ൻ്റെ ആവണം. അത് GPS-ൻ്റെ ആ ഒരു സ്ക്രീനും കൂടി നമുക്ക് കിട്ടുന്നത്. വർക്കിംഗ് ആണെന്ന് അറിയില്ല, അത് നോക്കിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്ക് റിയർ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. റിയർ ഭാഗത്ത് എന്താണ് അവസ്ഥ നോക്കാം. 2 ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സ്, കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബോണറ്റ് അപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിൻ്റെ ബൂട്ട് നോക്കേണ്ടിയിരിക്കണം. അപ്പോൾ ജസ്റ്റ് ബോണറ്റ് അപ്പ് ചെയ്തിട്ട് എൻജിൻ ഭാഗം നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു
ക്വിഡിൻ്റെ എൻജിൻ ഭാഗം എന്തെങ്കിലും ലീക്കേജൊക്കെ ഇനി നോക്കാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പവർഫുൾ ബാറ്ററിയാണത്. അതേപോലെ ലിഡൊക്കെ നോക്കാം, എഡ്ജസ് നോക്കാം, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. എന്തിൻ്റെ ഇതിലുള്ള ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ നോക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് എഡ്ജസ് നോക്കാം. ലിഡിലേക്ക് പോയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഓക്കെ കേട്ടോ. നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡും സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിഡ് നോക്കിയാൽ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്വിഡിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ചെക്ക് ചെയ്യാം. നീറ്റായിട്ടിരിക്കുന്നു. പാച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അഴുക്ക് മാത്രമേ ഉള്ളൂ, പാച്ചൊന്നുമില്ല. ടയറിന് ജസ്റ്റ് നോക്കാം, ഗ്രിപ്പ് കുറവാണ് ടയർ നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നോക്കാം. ഇവിടെ പാർസൽ ട്രാക്ക് നീറ്റായിട്ടിരിക്കുന്നു. എഡ്ജസിലേക്കും കോർണറിലേക്കൊക്കെ ഒന്ന് പോയേക്കാം. എഡ്ജസൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ലോവർ പോർഷൻ നോക്കാം. ലോവർ പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ലോവർ പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ബൂട്ടും എഞ്ചിനൊക്കെ. നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായി. എല്ലാവരും ഈ ഒരു ക്വിഡ് കണ്ടു കഴിഞ്ഞു. റെനോൾട്ടിൻ്റെ ക്വിഡ് RX-T ആണ്. RX-T ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ കാണുന്ന സുഹൃത്തുക്കൾ, ഷോർട്സ് കാണുന്ന സുഹൃത്തുക്കൾ എല്ലാം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. റേറ്റ് ആസ്കിംഗ് പ്രൈസ് 3,55,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കണമെങ്കിൽ നമ്മുടെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്തുതരാം. എന്നെ വിളിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.